ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് 500 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച കൂറ്റൻ ബംഗ്ലാവ് എന്ത് ചെയ്യണമെന്നറിയാതെ സർക്കാർ. വിശാഖപട്ടണത്തെ വിവാദ ബംഗ്ലാവ് 3 മാസത്തിലേറെയായി പൂട്ടിക്കിടക്കുകയാണ്. പരിസ്ഥിതി നിയമലംഘനത്തിന്റെ പേരിൽ ഈ കെട്ടിടത്തിനെതിരായ കേസുകളും അനന്തമായി നീളുന്നു. വിശാഖപട്ടണത്ത് കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഋഷികൊണ്ട കുന്നിന്റെ ഒരു ഭാഗം ഇടിച്ചു നിരത്തി ഏതാണ്ട് 500 കോടിയോളം രൂപ ചെലവഴിച്ച് ജഗൻമോഹൻ റെഡ്ഡി നിർമ്മിച്ച ആ കൊട്ടാരമാണ് എനിക്ക് പുറകിൽ ദാ ഈ കാണുന്നത്. ചെലവഴിച്ച പണത്തിന്റെ തൂക്കം നോക്കുമ്പോൾ 9 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ നിർമ്മിതിയെ കൊട്ടാരമെന്നല്ലാതെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. $480 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കുളിമുറികൾ, 33 കോടി ചെലവിട്ട് നടത്തിയ ഇന്റീരിയർ ഡിസൈനിങ്, 50 കോടി ചെലവിട്ടുണ്ടാക്കിയ പൂന്തോട്ടം, കൂറ്റൻ മീറ്റിംഗ് ഹാളും സ്പാ അടക്കമുള്ള സംവിധാനങ്ങളും എണ്ണി പറയാനെങ്കിൽ പണം പൊടിപിടിച്ച കണക്ക് ഏറെയുണ്ട്. പക്ഷേ ഋഷികൊണ്ട കുന്നിടിച്ച് നിർമ്മിച്ച ഈ റിസോർട്ടിന്റെ ഭാവി ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഫലമാണ് മാറ്റിയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും മുഖ്യമന്ത്രി കസേരയിൽ സ്ഥാനം ഉറപ്പെന്ന് കരുതിയാണ് ജഗൻമോഹൻ റെഡ്ഡി ബംഗ്ലാവ് നിർമ്മിച്ചത്. ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന കെട്ടിടം മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് ആക്കാനായിരുന്നു നീക്കം. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഉദ്ഘാടനവും നടത്തി. ഫലം വന്ന് ജഗൻ പുറത്തായതോടെ TDP നേതാക്കൾ ബംഗ്ലാവിൽ കയറി പണം പൊടിച്ച വഴി ജനങ്ങളെ അറിയിച്ചു. എന്നാൽ അഴിമതി ആരോപണം മാത്രമായിരുന്നില്ല പ്രശ്നം. കടലിനോട് ചേർന്ന് ഏക്കർ കണക്കിന് കുന്നിടിച്ചു നിരത്തിയത് കണ്ടാൽ തന്നെ തീരദേശ നിയമങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് വ്യക്തമാണ്. നിയമലംഘനത്തിനെതിരായ കേസ് ദേശീയ ഹൈദർ ട്രൈബ്യൂണലിന് മുന്നിൽ ഇപ്പോഴുമുണ്ട്. കെട്ടിടം അപ്പാടെ പൊളിക്കണമെന്ന നിലപാട് TDPക്കില്ല. എന്നാൽ തീരുമാനം പതിയെ മതിയെന്നാണ് നിലപാട്. ഇതോടെ ബംഗ്ലാവിന്റെ ഗേറ്റുകൾ അനന്തമായി അടഞ്ഞു കിടക്കുകയാണ്. പരിസ്ഥിതി നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് പരിസ്ഥിതി ലോല മേഖലയിൽ ഒരു മലയുടെ ഭാഗമാകെ ഇടിച്ചു നിരത്തി ഈ വലിയ പ്രൗഢഗംഭീരമായ കെട്ടിടം നിർമ്മിച്ചതെന്ന് ദൂരക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിയമക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഭാവി എന്താകുമെന്ന് വരും നാളുകളിൽ നമുക്കറിയാം. സജിൽ ഗുരുവായൂരിനൊപ്പം വിശാഖപട്ടണത്ത് നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.